ബട്ടർഫ്ലൈസ്. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. നമസ്കാരം, എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ ഒരു ആമയുടെയും ഒരു കുരുവിയുടെയും കൂട്ടുകെട്ടിൻ്റെ കഥയാണ്. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. പണ്ടൊരു കാട്ടിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു. ഈ പുഴയിലായിരുന്നു ഒരു ആമ താമസിച്ചിരുന്നത്. ഈ ആമ പുഴയിലും തീരത്തുമൊക്കെയായി ഇങ്ങനെ കളിച്ച് രസിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ പുഴയുടെ തീരത്തുള്ള മരത്തിൽ ഒരു കുരുവി ഒരു കൂടുണ്ടാക്കുന്നത് ആമ കണ്ടു. കുരുവി എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്? ഉണങ്ങിയ ചെറിയ കമ്പുകളും ഇലകളും നാരുകളും ഒക്കെ കൊണ്ടാണല്ലേ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അമ്മ കുരുവി ഒരുപാട് ദിവസങ്ങളെടുത്ത് തൻ്റെ കൂട് നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി ആ വീട്ടിൽ താമസവും തുടങ്ങി. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്നറിയോ? അച്ഛൻ കുരുവിയും അമ്മക്കുരുവിയും 3 കുഞ്ഞു കുരുവികളും ഉണ്ടായിരുന്നു. അവരങ്ങനെ സന്തോഷത്തോടെ ആ വീട്ടിൽ താമസിച്ചു. അങ്ങനെ ഇരിക്കെ ഈ ആമ അമ്മക്കുരുവിയുമായി പെട്ടെന്ന് തന്നെ കൂട്ടായി. ദിവസവും പുഴക്കരയിൽ അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം സംസാരത്തിനിടയിൽ ആമ ഈ അമ്മക്കുരുവിയുടെ വീടിനെ കുറിച്ചിട്ട് ചോദിച്ചു. നിങ്ങൾക്ക് വീടൊക്കെ ഉണ്ടാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാ. കമ്പും ഇലയും നാരും ഒക്കെ ശേഖരിക്കാൻ തന്നെ ഒരുപാട് ദിവസങ്ങളെടുക്കുമല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ കാണാനൊരു ഭംഗിയില്ല. മാത്രവുമല്ല, മേൽക്കൂര ഒന്നുമില്ലാത്തത് കൊണ്ട് മഴ പെയ്താൽ നനയുകയും ചെയ്യും. ഇത് കേട്ട് അമ്മക്കുരുവി ചിരിച്ചു. എന്നിട്ട് ആമ വീണ്ടും പറഞ്ഞു, എനിക്കാണെങ്കിലോ നിങ്ങളെപ്പോലെ ഒരു കൂടുണ്ടാക്കിയൊന്നും വേണ്ട. എൻ്റെ പുറന്തോട് തന്നെയാണ് എൻ്റെ കൂട്. മഴ പെയ്യുമ്പോൾ ഞാനതിൽ അഭയം തേടും. ഇത് കേട്ടപ്പോൾ അമ്മക്കുരുവി ഈ ആമയോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ വീട് കാണാനൊന്നും ഭംഗിയില്ല, പക്ഷേ എന്നിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ വീട് ഉണ്ടാക്കുന്നത്. മഴ പെയ്യുമ്പോൾ നനയുകയും ചെയ്യും. പക്ഷേ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും എല്ലാവരും താമസിക്കുന്നുണ്ട്. നിന്റെ പുറന്തോട് നിനക്ക് വീട് പോലെ അഭയം തരും, പക്ഷേ അതിൽ നിനക്ക് മാത്രമല്ലേ കഴിയാൻ സാധിക്കൂ. അപ്പോഴേക്കും ആമയ്ക്ക് വീടിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി. കുരുവിയും ആമയും നല്ല സുഹൃത്തുക്കളായി ഒരുപാട് കാലം അവിടെ കഴിഞ്ഞു. ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം എന്താണ്? ഏകാന്തമായ ഒരു മാളികയേക്കാൾ നല്ലത് എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് കഴിയുന്ന ഒരു കുടിലാണല്ലേ. അപ്പോൾ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഈ കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയ കഥയുമായി കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ഗീതു. ബട്ടർഫ്ലൈസ് അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.